ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെള്ളയപ്പമാണ് കേട്ടോ. അതും പലതരത്തിൽ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത് വേറൊരു വെറൈറ്റി വെള്ളയപ്പമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ട്രിക്കും കൂടിയുണ്ട് ഇതുപോലൊന്ന് ആയി കിട്ടാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആദ്യം അരിപ്പൊടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും 1/4 കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടി നാളികേരും ചോറൊക്കെ കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ അത് അങ്ങോട്ട് അടിഞ്ഞ് കിട്ടൂല. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനും ഭേദം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടുത്തത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇത് നോക്കാം കേട്ടോ. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടുള്ളൂ. പിന്നെ അരച്ചെടുക്കാനും വലിയ പാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കെട്ടി നമുക്ക് അരച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഇത് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ടോട്ടൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അരച്ചെടുക്കുന്ന കാരണം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിന്ന് പകുതി മാത്രമായിട്ടാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പകുതി ചേർത്തതിൻ്റെ ശേഷം ഇനി നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൽ ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർക്കാണ്ടാണ് ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് ചേർത്തുള്ളത്. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിന് ചെറിയൊരു മധുരം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തതും ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഇതേ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ പുഴു വരികയോ അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മളത് അറിയില്ല, അടിയിൽ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അങ്ങനെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടേ. പിന്നെ ഇതേപോലെ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഉലുവ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഈ ഒരു കിഴി ഇട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ മാവ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നല്ല പൊന്തി വരാനും പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കിഴി മാത്രം മതി കേട്ടോ. ഇതേ നല്ല ടൈറ്റായിട്ട് തന്നെ നിങ്ങൾ കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മാവ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ കയ്യിൽ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം അരച്ചതും രണ്ടാമത് അരച്ചതൊക്കെ കൂടി നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കളർ തുണിയൊന്നും എടുക്കാണ്ട് വെള്ള തുണി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മാവിൽ കിടന്ന് ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ള തുണി തന്നെ എടുക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ കിഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. എന്നിട്ട് മാവൊക്കെ നമുക്ക് അതിലേക്കൊന്ന് ഇളക്കി അല്ലാതെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടത് ഞാൻ അങ്ങനെ അടച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ നൈറ്റ് ഒരു 9 മണിയായപ്പോഴാണ് കേട്ടോ ചെയ്തെടുത്തത്. പിറ്റേ ദിവസം രാവിലെ എങ്ങനെയുണ്ട് നോക്കാം. കണ്ടില്ലേ മാവൊക്കെ നല്ല പോലെ തന്നെ പൊന്തി അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ല പതഞ്ഞ് വന്നിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിഴി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്തുള്ള പഞ്ചസാരയാണ് കേട്ടോ. വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും തന്നെ പുളിക്കാനോ പൊന്തി വരാനുള്ള വേറൊരു ട്രിക്ക് പോലും ഞാൻ ചേർത്തില്ല. ഈ ഒരു കിഴി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ കിഴി അങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല പതഞ്ഞ് സോപ്പും പത പോലെയുള്ള മാവാണ് കേട്ടോ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിന്ന് കഴുകി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നല്ലപോലെ തന്നെ മാവ് പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മാവ് ഞാൻ അത്യാവശ്യം ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഈ കിഴിയുടെ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം കേട്ടോ.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഉലുവയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരി ഇറക്കുന്ന സമയത്ത് ഉലുവ ചേർക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊന്തി വരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ കിഴി കെട്ടിയിട്ടാണ് ഇതിൽ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു കിഴി മാത്രം മതി കേട്ടോ. നമുക്ക് ഈസ്റ്റോ എന്താ പറയുക പക്കാരൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വെള്ളയപ്പത്തിന് മാവ് റെഡിയാക്കി എടുക്കാം. നല്ല സോപ്പും പത പോലെയുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വെള്ളയപ്പം അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിത് വെള്ളയപ്പം എന്ന് പറയുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് പാലപ്പല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളിതിന് വെള്ളയപ്പം എന്നാണ് പറയാറ് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. അപ്പോൾ ഇതിന് ചിലർ പാലപ്പം എന്നും പറയും, വെള്ളയപ്പം എന്നും പറയും. ഞങ്ങളിവിടെ വെള്ളയപ്പം എന്നാണ് കേട്ടോ ഇതിന് പറയാറ്. അങ്ങനെ ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഞാൻ മാവ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും മാവിലൊക്കെ നിറച്ചും ഇങ്ങനെ ഹോൾസൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കാം. ഇങ്ങനെ ഹോൾസ് വന്നതിന് ശേഷം മാത്രം അടച്ച് വയ്ക്കാം. അങ്ങനെ അടച്ച് വെച്ചത് ഒരു 2-3 മിനിറ്റ് അങ്ങോട്ട് ആയപ്പോഴേക്കും വെള്ളയപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളയപ്പം റെഡിയാക്കാനായിട്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് ആദ്യത്താണ് കാണിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള വെള്ളയപ്പം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. എൻ്റെ ചാനലിൽ ഇതുപോലെ തന്നെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാം പുതിയ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വീഡിയോയും കാണാത്തവരൊന്ന് പോയി കയറി ആ വീഡിയോയും കണ്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്നും കൂടി ഷെയറും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഞാൻ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് എന്നും സ്ഥിരം ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ വെള്ളയപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ ചട്ടിയൊക്കെ ഏകദേശം ഒരുവിധം ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് കിട്ടാനൊരു പാടിൽ നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങോട്ട് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ വെള്ളയപ്പമൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.